നമസ്കാരം. അനലോഗ് ബോർഡുകളിലൊക്കെ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ്, മെയിൻ ഐ സി ആണ് ഒപ്പാമ്പുകൾ എന്ന് പറയുന്നത്. ഒപ്പാമ്പ് പല രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഒരു ആംപ്ലിഫയർ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ കമ്പറേറ്റർ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന രീതിയിലോ, അല്ലെങ്കിൽ കറണ്ട് മിററിങ്ങോ എന്തുകൊണ്ടല്ലോ. അപ്പോൾ ഒരു ഒപ്പാമ്പ് വെച്ചിട്ടുള്ളൊരു സർക്യൂട്ടിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ആ ഒപ്പാമ്പ് ചെക്ക് ചെയ്യുക, അതിൻ്റെ ഫങ്ഷണലി അതിൻ്റെ ഇതെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ഇച്ചിരി പാടുള്ളതാണ്. പിന്നെ ഒരു അസംഷൻ്റെ പുറത്ത് നമ്മൾ ഒപ്പാമ്പ് ഐ സി മാറ്റിയിട്ടിട്ട് നോക്കുക എന്നുള്ളതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐ സി ഇതിപ്പോൾ 2 ഒപ്പാമ്പാണ്, ഇതൊരു ക്വാഡ് ഒപ്പാമ്പാണ്, ഇതൊരു ഡ്യുവൽ ഒപ്പാമ്പ് ഐ സി ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫങ്ഷണാലിറ്റി കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു സിമ്പിൾ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു സിമ്പിൾ സർക്യൂട്ട് അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചുമ്മാ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടെസ്റ്റ് ജിഗ്. ഇത് ഞാൻ 3 കാറ്റഗറിയിലുള്ള ഒപ്പാമ്പ് ഐ സികൾ, അതായത് മോണോ, അതായത് സിംഗിൾ ആയിട്ടുള്ള ഒപ്പാമ്പ് ഐ സിക്ക് വേണ്ടിയുള്ള പിൻ കോൺഫിഗറേഷൻ വെച്ചിട്ടും, ഇത് ഡ്യുവൽ ഒപ്പാമ്പായിട്ടുള്ള ഐ സികൾക്ക് വേണ്ടിയുള്ള പിൻ കോൺഫിഗറേഷൻ വെച്ചിട്ടും, ഇത് ക്വാഡ് ഒപ്പാമ്പായിട്ടുള്ള ഇത് വേണ്ട. പക്ഷേ ഇതിനകത്ത് കമ്പറേറ്റർ ഐ സികളുണ്ടല്ലോ, അതായത് 339, 393, ആ സീരീസിലുള്ളത് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ഡ്രെയിൻ ഫോമിലാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാൽ മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ എൻ്റെ പിന്നിൻ്റെ അറേഞ്ച്മെൻറ്റും നോർമൽ കോഡപ്പാമ്പിൻ്റെ ഒക്കെ വെച്ചിട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ ഡ്യുവലപ്പാമ്പിൻ്റെ വെച്ച് നോക്കി, ഡ്യുവലപ്പാമ്പ് ശരിയാണ്, സെയിമാണ്. പക്ഷേ കോഡപ്പാമ്പ് വെച്ച് നോക്കുമ്പോൾ 339 പിൻ കോൺഫിഗറേഷൻസ് വ്യത്യാസമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഒപ്പാമ്പ് ഐ സി നോർമലി ആ ഒരു പിൻ കോൺഫിഗറേഷൻ ഫോളോ ചെയ്യുന്ന ഐ സികളെല്ലാം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ആൻഡ് ഫങ്ഷണാലിറ്റി കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിക്കാം. ഞാൻ ഐ സി ഇതിപ്പം TL084 ആണ്, കോഡപ്പാമ്പ് ഐ സി ആണ്. ഓക്കെ, അതുപോലെ ഇത് TL082 ആണ്, ഡ്യുവലപ്പാമ്പ് ഐ സി ആണ്. അത് ഞാൻ അതിൻ്റെ സ്ലോട്ടിൽ ഇട്ടു. ഓക്കെ, ഞാൻ ജസ്റ്റ് വർക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഓൺ ചെയ്തപ്പോൾ നോക്കുക, എല്ലാ LED-യും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഐ സികളിലോട്ട് ഡ്യുവൽ പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്യുവൽ സപ്ലൈ ആയതുകൊണ്ട് അതിൻ്റെ നെഗറ്റീവ് റെയിലേക്കുള്ളതും അതുപോലെ പോസിറ്റീവ് റെയിലേക്കുള്ള സ്വിച്ചിങ് നമുക്ക് കറക്റ്റ് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം എല്ലാ LEDസും കറക്റ്റായിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒപ്പാമ്പിനെ ഒരു മൾട്ടി വൈബ്രേറ്ററായിട്ട് കോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ഡ്രൈവർ വെച്ചിട്ട് ഒരു പുഷ് പുൾ ഡ്രൈവർ വെച്ചിട്ട് LEDസിനെ ഡ്രൈവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മൾട്ടി വൈബ്രേറ്ററായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കറക്റ്റായിട്ട്, ഒപ്പാമ്പ് കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഓരോ ഒപ്പാമ്പും അതിൻ്റെ ഫ്രീക്വൻസി കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കറക്റ്റ് ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ LEDs പോസിറ്റീവ് റെയിലുള്ളതും നെഗറ്റീവ് റെയിലുള്ള LEDസിനെ അത് ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പാർട്ട് എല്ലാ LEDസും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാ ഐ സികളും കറക്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഒപ്പാമ്പ് ഐ സിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് വർക്ക് ചെയ്യില്ല, ആ പൊസിഷൻ വർക്ക് ചെയ്യില്ല. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഒപ്പാമ്പിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ മൾട്ടിമീറ്റർ നമ്മൾ ചെയ്യണമെങ്കിൽ കുറച്ച് ഈ പിന്നും അതിലെ വോൾട്ടേജുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ മെഷർ ചെയ്തിട്ട് സർക്യൂട്ട് ഇട്ടിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം ഈ ഐ സി പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി, അതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.